എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും വിനീത നമസ്കാരം. ഞാൻ ശിവ മാക്രോ. കഴിഞ്ഞ 2-3 ആഴ്ചയോളമായി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് പലപ്പോഴും വീഡിയോ ചെയ്യണം എന്ന് നോക്കുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരാത്തതാണ്. പക്ഷേ ഇന്നിപ്പോൾ വളരെയധികം സാഹചര്യങ്ങൾ ഒത്തുവന്നിട്ടുണ്ട്. ഒന്ന്, നവവത്സര മംഗളാശംസകൾ എൻ്റെ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും നേർന്നുകൊള്ളുന്നു. 2, വിമുക്ത ഭടന്മാരുടെയും സൈനികരുടെയും കേരളത്തിൻ്റെ അവസ്ഥയെപ്പറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി തങ്ങളുടെ രൂക്ഷമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗവൺമെൻറ്, സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളെ എല്ലാം തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. ആദ്യമേയൊക്കെ വിമുക്ത ഭടന്മാരെ ആയിരുന്നു, പിന്നീട് സൈനികരെയായി, പിന്നീട് ഇപ്പോൾ NCCയുടെ പാവം പെൺകുട്ടികളെ വന്നു കഴിഞ്ഞിട്ട് വളരെ മോശമായ രീതിയിലേക്ക് പ്രതികരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. അതുകൂടാതെ ഇന്ത്യൻ ആർമിയുടെ ഒരു ലഫ്റ്റനൻറ്റ് കർണലിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മർദ്ദിക്കുന്ന ഒരു രംഗവും കൂടെ നമുക്ക് കാണേണ്ടി വന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ പോക്ക് എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതെങ്കിലും ആരും പ്രതികരിക്കാനില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ മുമ്പിൽ നമ്മൾ ഈ കാര്യം പല പ്രാവശ്യവും വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം തോന്നുന്നത് അവരുടെ ഭാഗത്തു നിന്നും അതിനെ എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു നിയമ നടപടികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പണിഷ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഇനി ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അത് അങ്ങനെ ഇനി ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ള ശക്തമായ ഒരു നടപടി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്, സ്വാഭാവികമായിട്ട് ഉയരുന്നുണ്ട്. അപ്പം ഗവൺമെൻറ്റിൻ്റെ മൗനസമ്മതം ഇതിനുണ്ടോ എന്ന് പോലും വന്ന് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ആരെങ്കിലും സംസാരിച്ചാൽ പോലും അവരെ കുറ്റം പറയാൻ പറ്റുമോ? നമ്മൾ സൈനികരാണ്. ഏതൊരു സമയത്തും മരണം വരെയും വന്നു കഴിഞ്ഞാൽ സൈനികരായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഓടുന്ന ഓരോ തുള്ളി രക്തവും ഒരു സൈനികൻ്റേതാണ്. നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല, പ്രതികരിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഇത്രയും വന്നു കഴിഞ്ഞിട്ട് പ്രതികരിക്കാതിരുന്നാൽ ഇതിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു വിമുക്ത ഭടനെ ചവിട്ടിക്കൂട്ടുകായിരുന്നു. ഇത്രയും ക്രൂരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്നവർ തന്നെ ലജ്ജിച്ച് തല താഴ്ത്തുന്ന രീതിയിലേക്കായിരുന്നു ആ സംഭവം നടന്നത്. ശേഷം കിളിക്കല്ലൂർ പോലീസ് സ്റ്റേഷനിലുണ്ടായ സംഭവം നമുക്കറിയാം. സൈനികനാണെന്ന് പറഞ്ഞപ്പം വിരൽ തല്ലി ഒടിച്ചിട്ട് നീ എനിക്ക് ഒരിക്കലും ഇനി വെടിവെക്കാൻ പോകരുത്, നിനക്ക് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു പവർ നിനക്കുണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ലാത്തിക്ക് ശരീരം മൊത്തം അടിച്ചു നുറുക്കുകയും വിരലുകൾക്ക് മേലെ അടിക്കുകയും ചെയ്തിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്ത് ശിക്ഷ, എന്ത് പണിഷ്മെൻറ്റ് ആ ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായി? ഈ സൈനികർ ആരാണ് യഥാർത്ഥത്തിൽ? സൈനികർ വന്നു കഴിഞ്ഞിട്ട് ഈ നാടിനെ എന്നല്ല, ഈ നാട്ടിലെ ഓരോരോ ജീവനെയും കാത്തു രക്ഷിക്കാൻ വേണ്ടി അതിർത്തികളിൽ സ്വന്തം മരണം ഏത് സമയത്തും പ്രതീക്ഷിച്ചുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിറമാറോടുകൂടി, അതായത് നിറമാറെന്ന് പറയുമ്പോഴേക്കും നിറഞ്ഞ മനസ്സോടുകൂടി, അതേപോലെ തന്നെ നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് ധൈര്യപൂർവ്വം നിന്ന് കാത്തു രക്ഷിക്കുന്ന, ജനങ്ങളെ കാത്തു രക്ഷിക്കുന്ന ഒരു സൈനികനെ അവൻ വീട്ടിലെത്തുമ്പോഴോ അതല്ലെങ്കിൽ സർവീസ് കഴിഞ്ഞ് വരുമ്പോഴോ അവനെ ഇത്രയും നിർദ്ദയമായി മർദ്ദിക്കത്തക്ക രീതിയിൽ എന്ത് തെറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. ഒരു രീതിയിലുള്ള ഒരു സൈനികൻ എന്നുള്ള രീതിയിലുള്ള ഒരു പരിഗണനയും ഈ ഗവൺമെൻറ്റിൽ നിന്ന്, കേരള ഗവൺമെൻറ്, അത് ഏത് പാർട്ടി ഭരിച്ചാലും ശരിയാണ്, നമുക്കുണ്ടായിട്ടില്ല. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വളരെയേറെ വ്യക്തമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ 15% വരെ അവരുടെ ജോലിയിൽ സംവരണം നൽകുമ്പോൾ ഇവിടെ
കൊച്ചു കുട്ടികളുടെ കൂടെ ഫിസിക്കൽ ടെസ്റ്റിൽ പാസ്സാകത്തക്ക രീതിയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ റിട്ടേൺ ടെസ്റ്റിൽ പാസ്സാകത്തക്ക രീതിയിലേക്ക് നമ്മൾ 45 ഈ പറയുന്ന 50 വയസ്സുള്ള വ്യക്തികൾ പോകണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വിവേചന അധികാരം അത് ഗവൺമെൻറ് ഉപയോഗിക്കേണ്ടതല്ലേ? അതിൻ്റെ അകത്തൊരു നീതി നടപ്പാക്കാൻ വേണ്ടി, അതായത് ഇവർ നമ്മളെ സേവിച്ചവരാണ്, നമ്മുടെ ജീവൻ സംരക്ഷിച്ചവരാണ്, നമ്മുടെ നാടിനെ സംരക്ഷിച്ചവരാണ്, അവർ കുടുംബത്തെ വിട്ട് അതിർത്തികളിൽ പോയി കിടക്കുന്നവരാണ്, അവരുടെ കാര്യങ്ങൾ നമ്മളല്ലാതെ വേറെ ആരാണ് നോക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിന് എന്തുകൊണ്ടുണ്ടായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കഷ്ടതയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന നമ്മൾക്ക് അതാത് സംസ്ഥാന സർക്കാരുകളും ക്ഷേമങ്ങളുടെ കാര്യങ്ങളിൽ, ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. എത്രയോ കുടുംബങ്ങൾ വന്നു കഴിഞ്ഞിട്ട് സ്വന്തമായ വീടില്ലാതെ വാടക വീടുകളിൽ താമസിക്കുന്നു. എത്രയോ ജവാന്മാർ റിട്ടയർമെൻ്റ് ആയിട്ട് വന്നതിന് ശേഷം ഒരു തൊഴിൽ കിട്ടാതെ കിടന്ന് വിഷമിക്കുന്നു. 10,000-15,000 രൂപ ശമ്പളത്തിൽ വന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥ വരുന്നു. എന്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് കേരള ഗവൺമെൻറ് 1% പോലും സംവരണം ജോലികളിൽ ഏർപ്പെടുത്തുന്നില്ല? NCCയിലോ 1-2 വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വന്ന് വേക്കൻസി ഉള്ളത് അല്ലെങ്കിൽ സംവരണം ഉള്ളത് അതെല്ലാം വന്നു കഴിഞ്ഞിട്ട് മറ്റിതര അർഹതയില്ലാത്ത ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ ആൾക്കാർ അതിനകത്തിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. ഏതെങ്കിലും മരണപ്പെട്ട ജവാന്റെ മക്കൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ വന്നു കഴിഞ്ഞിട്ടത് ഈ വിമുക്ത ഭടന്മാർക്ക് വേണ്ടി ജോലി സംവരണം ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് അവർക്ക് ജോലി കൊടുത്താൽ അവരെങ്ങനെ വന്നു കഴിഞ്ഞിട്ട് 20-30 വർഷം വന്നു കഴിഞ്ഞിട്ട് ഈ പറയുന്ന വിമുക്ത ഭടന്മാർ വരുമ്പോഴല്ലേ അവർക്ക് ജോബ് കിട്ടുകയുള്ളൂ? അതുവരെ അവരല്ലേ ജോലി ചെയ്യുന്നത്. അപ്പോൾ അത്രയും വേക്കൻസി വന്നു കഴിഞ്ഞിട്ട് വിമുക്ത ഭടന്മാർക്ക് കിട്ടേണ്ട വേക്കൻസി അല്ലേ അവിടെ പോകുന്നത്? ഇതെല്ലാം ആധികാരികമായിട്ട് എല്ലാം ഈ ഗവൺമെൻറ്റിന് അറിയാമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുട്ടാവുന്നിടത്തോളം മുട്ടട്ടെ, തട്ടാവുന്നിടത്തോളം തട്ടട്ടെ, എന്നാലും ഇത് പോകുന്നത് പോകട്ടെ എന്നുള്ള രീതിയിലാണ് ഈ പോക്ക്. അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്ക് ഈ പുതുവർഷ ദിനങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഒന്നാടി പറയേണ്ടതുള്ളൂ. ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി പുതിയ ഒരു സംഘടന രൂപീകരിച്ചു. ആ പാർട്ടിയുടെ പോഷക സംഘടനയായിട്ട് വിമുക്ത ഭടന്മാർക്ക് വേണ്ടി അവരെ ആദരിക്കുന്നു. നല്ല കാര്യമാണ്. ബഹുമാനം കൊടുക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അതിനെന്തെങ്കിലും ഒരു അർത്ഥം വേണം വന്നിട്ട്. അതിൽ നമ്മുടെ വിമുക്ത ഭടന്മാർ അവിടെ പോകേണ്ടത് ആവശ്യമാണോ എന്ന് നമ്മുടെ വിമുക്ത ഭടന്മാരായ സഹോദരങ്ങളാണ് ചിന്തിക്കേണ്ടത്. എന്നു മുതലാണ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ട് ആദരവ് കിട്ടിത്തുടങ്ങിയത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി എന്ന നമ്മുടെ സ്വന്തം പാർട്ടി കണ്ണൂരിൽ 4ാം സ്ഥാനത്ത് വരികയും അതേ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ 5ാം സ്ഥാനത്ത് വരികയും കൊല്ലത്ത് 7ാം സ്ഥാനത്ത് വരികയും ചെയ്തപ്പോൾ നമ്മളിൽ എന്തൊക്കെയോ ശക്തിയുണ്ട് എന്ന് തിരിച്ചറിവുണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട സർക്കാരിനും മറ്റിതര രാഷ്ട്രീയ പാർട്ടികൾക്കും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് ആദരവ് കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആര് ചോദിക്കാനായിട്ടാണ് ഇവിടെ? വയനാട്ടിൽ വന്ന് ഒരു സൈനികനെ തട്ടി കൂട്ടി അവരെ ഒന്നുമില്ലാതാക്കിയ ലാസ്റ്റ് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പം പട്ടാളം ഇറങ്ങേണ്ടി വന്നു അവൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി. ഇന്ന് ഈ സൈനികരാരാണ്? മറ്റവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ആവശ്യമെങ്കിൽ ബലിദാനം ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന ഓരോ വ്യക്തികൾ ആരുണ്ട്? വേറെ ഏതൊരു മേഖലയിൽ വന്ന് തൊഴിൽ ചെയ്യുന്നവരുണ്ട്? ഒന്ന് പറയാമോ? ഈ സൈനികരല്ലാതെ. ഇവിടെ പല വ്യക്തികളും വിയർപ്പ് ഒഴുക്കി ജോലി ചെയ്യുമ്പോൾ സൈനികർ സ്വന്തം രക്തമൊഴുക്കിയാണ് അവർ സേവനം നടത്തുന്നത്. അങ്ങനെയാണ് രാഷ്ട്രസേവനം നടത്തുന്നത്. ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാക ഉയരങ്ങളിൽ അത് പാറി പറക്കുന്നുണ്ടെങ്കിൽ അത് ഈ ജവാന്മാരുടെ രക്തത്തിൻ്റെ വിലയാണ്, അവരുടെ ജീവൻ്റെ വിലയാണ്.
അവരുടെ ധൈര്യത്തിൻ്റെ വിലയാണ്, അവരുടെ ശക്തമായ മുന്നേറണം അല്ലെങ്കിൽ വിജയിക്കണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ വിലയാണ്. അതല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളത് ആദ്യം എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ മനസ്സിലാക്കണം. ഇന്ന് ഇത്രയും നാളും സൈനികരെ തല്ലിയപ്പോഴും ആരും പ്രതികരിക്കാനില്ലായിരുന്നു, വിമുക്ത ഭടന്മാരെ തല്ലിയപ്പോഴും പ്രതികരിക്കാനില്ലായിരുന്നു. ആകെ 5 or 6 സംഘടനകൾ കൂടി ചേർന്ന് പ്രതികരിച്ചു. ഫലം എന്തുണ്ടായി? നമ്മുടെ മക്കളുടെ പ്രായമുള്ള പെൺകുട്ടികളുടെ അടുത്ത് ഏറ്റവും അസഭ്യമായ വാക്കുകൾ അത് പ്രയോഗിക്കുന്നത് ആരാണ്? ഭരിക്കുന്ന പാർട്ടിയുടെ യുവ നേതാവ്. ഈ ഒരു സംസ്കാരം നമുക്ക് വെച്ച് പുലർത്താൻ പറ്റുമോ? ഇതാണോ ഇവിടുത്തെ സംസ്കാരം എന്ന് മറ്റേതെങ്കിലും സംസ്ഥാനത്തിലെ ആളുകൾ ചോദിച്ചാൽ ഇതിന് മറുപടി ഇതാണോ പറയേണ്ടത്? ഇതാണോ പ്രബുദ്ധരായ കേരളീയർ എന്ന് പറയുന്നത്? എനിക്ക് പ്രതികരിക്കേണ്ടി വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് ഭാരതീയ ജവാൻ കിസാൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയാണ്. എനിക്ക് പ്രതികരിച്ചേ പറ്റുള്ളൂ. നിശബ്ദമായിട്ടിരുന്നാൽ എത്ര നാൾ നിശബ്ദമായിട്ടിരിക്കാൻ സാധിക്കും? എൻ്റെ പ്രിയപ്പെട്ട വിമുക്തഭട സൈനികരെ, അവരുടെ കുടുംബാംഗങ്ങളെ, എനിക്കൊന്നേ പറയാനുള്ളൂ. ഇങ്ങനെ അടിമകളായി ജീവിക്കണോ, അതോ ഒരു 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 ഏകീകൃതമായ ഒരു ശക്തി ഉണ്ടാക്കി നമ്മളിലുള്ള ശക്തി ഇവരെ കാണിച്ചു കൊടുക്കേണ്ടി വരുമോ? നമുക്കറിയാം, നിയമപരമായ രീതിയിൽ നമ്മൾ വന്നു കഴിഞ്ഞ് ഈ പറയുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ നമ്മൾ മത്സരിച്ചു. എന്നാൽ അത് വേണ്ട രീതിയിൽ നമ്മുടെ വിമുക്ത ഭടന്മാരായിട്ടുള്ള സഹോദരങ്ങൾ അതിനുള്ള സപ്പോർട്ട് തന്നില്ല. അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയവുമായിട്ടുള്ള ആ അറിവിൻ്റെ കുറവ് കൊണ്ട് അവർ നമുക്കെന്ത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിലേക്ക്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോ പ്രാവശ്യവും പറയുന്നു. വിമുക്തഭട സൈനികർക്ക് വന്ന് മർദ്ദനമേറ്റപ്പോൾ ഇനി എന്നുള്ള ചോദ്യത്തിന് സൈനികർക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നു. അന്ന് കാടിളക്കി വരും. കേന്ദ്ര ഗവൺമെൻറ് അവിടുത്തെ നിന്ന് സെൻട്രൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട്, അതേപോലെ മറ്റിതര അന്വേഷണ ഏജൻസികൾ വരുന്നുണ്ട്. അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കും, കുറ്റം ചെയ്തവരെ മാതൃകാപരമായി ശിക്ഷിക്കും. ഇതൊക്കെ ഉണ്ടായി. എവിടെ ശിക്ഷ നടന്നു? അപ്പോൾ വളം വെച്ച് കൊടുക്കുന്ന രീതിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്ന് പറഞ്ഞാലും അതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. വിമുക്ത ഭടനിൽ നിന്ന് സൈനികനിൽ നിന്നും NCC കേഡറ്റുകളിലേക്ക്, NCC കേഡറ്റിൻ്റെ കമാൻഡൻറ്റിലേക്ക് ഒരു ഓഫീസറെ കൈവച്ചിട്ട് പോലും പ്രതികരിക്കാൻ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ നമുക്ക് എങ്ങനെ വിശ്വാസം വരും എന്നുള്ള ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു. അതിന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ, ഡിഫൻസ് മിനിസ്റ്റർ തന്നെ ഇതിന് മറുപടി പറയണം. ഇല്ല എന്നുണ്ടെങ്കിൽ അവരിലുള്ള വിശ്വാസ്യത വന്നു കഴിഞ്ഞിട്ട് ഈ പറയുന്ന സൈനികർക്ക് മാത്രമുള്ളതല്ല, സൈനികരെ വ്യക്തിപരമായി ആരാധനയോടെ കാണുന്ന ഒരു ജനത ഇന്ന് എവിടെയുമുണ്ട്. ഇന്ത്യയിൽ എവിടെയുമുണ്ട്, കേരളത്തിൽ എവിടെയുമുണ്ട്. ആ വ്യക്തികൾക്കൊക്കെ മാനസികമായിട്ടുള്ള ആഘാതമായിരിക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെയുള്ള ഒരു നിസ്സഹായ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. നിയമപരമായ അല്ലെങ്കിൽ മാതൃകാപരമായ രീതിയിൽ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇനി ഒരിക്കലും വന്ന് ഒരു സൈനികൻ്റെ നേരെയോ അല്ലെങ്കിൽ ഒരു NCC കേഡറ്റിൻ്റെ പുറത്തോ അതല്ലെങ്കിൽ ഒരു വിമുക്തഭട സൈനികനെയോ ഉപദ്രവിക്കില്ലാത്ത ഒരു രീതിയിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരം വളരണം. ഇത്രയ്ക്കും സംസ്കാരം താന്നുപോയ ഒരു രീതി ഇത് ഒരുപക്ഷെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വളരെ ഖേദത്തോടു കൂടി തന്നെ പറയേണ്ടി വരുന്നു. ശക്തമായിട്ടുള്ള സമീപനമാണ് വേണ്ടത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് നിങ്ങളെ മറ്റിതര സ്റ്റേജുകളിൽ വിളിച്ച് ഓരോ പാർട്ടികൾ ആദരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലയാണ്, നിങ്ങളെ വലയിട്ട് പിടിക്കുന്ന രീതിയാണ്. എവിടെ പോയി 77 വർഷങ്ങൾ വന്നു കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം അന്നു മുതൽ ഇന്ന് വരെയുള്ള വിമുക്ത ഭടന്മാരുടെ അവസ്ഥയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള ഒരു സപ്പോർട്ടും നമുക്ക് കിട്ടുന്നില്ല. കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം വരുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളിൽ കൂട്ടായ്മ അല്ലെങ്കിൽ ഏകീകൃത ശക്തി ഉണ്ടാക്കാൻ നിങ്ങളിൽ
ഒരു കഴിവുള്ളത് അത് നിങ്ങൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളിൽ ആ കഴിവില്ല എന്നുള്ളതാണ് ഒന്നർത്ഥം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ കഴിവ് പ്രയോഗിക്കുക. ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ വോട്ടവകാശം നിങ്ങൾ വിനിയോഗിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അതിനെ കൈപിടിച്ച് അങ്ങനെയല്ല സാർ, ഇങ്ങനെയാണ്, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരേണ്ട ഓരോ പട്ടാളക്കാരും അല്ലെങ്കിൽ വിമുക്ത ഭടന്മാരും ഇന്ന് നമ്മുടെ കൂടെ എത്രത്തോളം ഉണ്ട് എന്ന അവിടെയാണ് നമ്മൾ നമ്മുടെ ശക്തി മനസ്സിലാക്കേണ്ടത് വന്നിട്ട്. അതുകൊണ്ട് വിഘടിച്ചു പോകാതെ ഏകീകൃതമായ ഒരു ശക്തി ഉണ്ടാക്കാനായിട്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളിൽ പല അംഗങ്ങളും രാഷ്ട്രീയപരമായി മറ്റേതര പാർട്ടികളിൽ വിശ്വസിച്ചോളൂ, അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ പാർട്ടി നിങ്ങൾക്ക് എന്ത് നേടിത്തന്നു? നിങ്ങൾക്ക് സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിയെ എല്ലാ രീതിയിലുള്ള പിന്തുണയും നൽകി അതിനെ ഒരു ജനാധിപത്യ രീതിയിലേക്ക്, ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടെങ്കിലും തിരഞ്ഞെടുക്കത്തക്ക രീതിയിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ വർഷം തന്നെ നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുണ്ട്. അവിടെ നമ്മൾ വളരെ ശക്തമായ രീതിയിൽ ഇടപെടണം. എല്ലാവർക്കും സമത്വസുന്ദരമായ ഒരു കേരളവും അവിടെ വന്ന് പരസ്പര സ്നേഹവും ബഹുമാനവും ആദരവും നൽകുന്ന ഒരു ജനങ്ങളുടെ ഒരു കൂട്ടായ്മ, അതാണ് നമ്മുടെ കേരളത്തിനെ വളർത്തിക്കൊണ്ടുപോകാനും മറ്റ് ജനങ്ങൾക്ക് മുന്നിൽ നമ്മൾ കേരളീയർ ഒരു പ്രബുദ്ധരായ കേരളീയരായി തീർന്ന്, ഒരു സംസ്കാരമുള്ള ഒരു കേരളീയരായി തീർന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. എനിക്ക് കൂടുതലൊന്നും എൻ്റെ വിമുക്തയുടെ സഹോദരങ്ങളോട് പറയാനില്ല. ഈ സമയത്ത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങൾ അപമാനിക്കപ്പെടുന്നുവോ അതോ ആദരിക്കപ്പെടുന്നുവോ എന്നുള്ളത്. രണ്ടും നിങ്ങളാണ് പറയേണ്ടത്. ഇന്ന് നിങ്ങൾക്ക് സ്വന്തം വീടുണ്ടായിട്ട് നിങ്ങൾ മറ്റൊരു വീട്ടിൽ കുടിയേറി വരുന്നത്, നാളെ ഇറങ്ങടാ എന്ന് പറഞ്ഞാൽ ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ ഏത് സമയത്തും ഉണ്ടാകും എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും ഒരു വിമുക്ത ഭടൻ ഒരിക്കലും ഒരു സമൂഹത്തിൽ ഒരു ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ഒരു പാർട്ടിയും തുനിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ 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 വേദനാജനകമാണ്. 102% പോലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായ സ്വന്തം പാർട്ടി ഉണ്ട്. അതിൽ നമ്മൾക്കൊപ്പം നിൽക്കാൻ നമ്മുടെ സഹോദരങ്ങളായ കർഷകരുണ്ട്, നല്ലവരായ നാട്ടുകാരുണ്ട്, നമ്മുടെ ബന്ധുക്കാരുണ്ട്, സ്വന്തക്കാരുണ്ട്. അവരെ എല്ലാവരെയും കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വരുന്ന ഇലക്ഷനിൽ നമ്മുടെ ഒരു ഭാഗധേയം കാണിക്കാൻ സാധിക്കും. അപ്പോൾ മാത്രമേ ഉള്ളൂ മറ്റെതിരെ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരോ നമ്മുടെ വാക്കുകൾ കേൾക്കുകയുള്ളൂ. നമുക്ക് എഗെയിൻസ്റ്റായിട്ട് അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു ആക്രമണമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നമ്മുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇതിലേക്കൊന്നും കടന്നു വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളോട് ഒരേ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ദയവായി ചിന്തിക്കുക. ഇന്ന് നിങ്ങൾ കാണുന്ന ആ ഒരു ആദരവും ബഹുമാനവും ഒക്കെ എന്നു മുതലാണ് നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 2020 ജനുവരി 1-ാം തീയതി ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി എന്ന നിങ്ങളുടെ പാർട്ടി കണ്ണൂരിൽ രൂപം കൊണ്ടു. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ 127 മണ്ഡലങ്ങളിലാണ് നമ്മൾ വന്ന് കഴിഞ്ഞിട്ട് മത്സരിക്കാൻ നമ്മൾ നോമിനേറ്റ് ചെയ്തത്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് തന്നെ വന്നു കഴിഞ്ഞിട്ട് അത്രയധികം സീറ്റുകളിൽ മത്സരിക്കാൻ നമ്മൾക്ക് സാധിച്ചില്ല. എങ്കിലും ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി മാറി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട വിമുക്തപട സംഘടനാ നേതാക്കളോട് ഒന്നേ പറയാനുള്ളൂ. എന്നും പറയുന്ന പോലെ ഇന്നും പറയുന്നു, നിങ്ങളുടെ ശക്തി തിരിച്ചറിയുക. നിങ്ങളുടെ സംഘടനാ അംഗങ്ങളോട് നിങ്ങൾ കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി സംസാരിക്കുക. നിങ്ങളിലുള്ള ശക്തി ചോർന്നു പോകാതെ, നിങ്ങളുടെ മാനസിക അവസ്ഥയെ വന്ന് ഒരു മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടു ചെല്ലാതെ നമുക്ക് നമ്മുടെ ശക്തി തിരിച്ചറിയുവാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കണം. ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി നിങ്ങളുടെ സ്വന്തം പാർട്ടിയാണ്. നിങ്ങളാണ് അതിനെ ഭരിക്കേണ്ടത്, നിങ്ങളാണ് അതിനെ വന്ന് നടത്തേണ്ടത്, നിങ്ങളാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, നിങ്ങൾ അണികളെ ചേർക്കേണ്ടത്. നാളെ നിങ്ങളാണ് ഇതിൻ്റെ അത് ഭാരവാഹികളായിട്ടിരിക്കേണ്ടത്.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സംഘടനാ ഭാരവാഹികളോടും വിനീതമായ ഒരു അപേക്ഷയാണുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ സ്വതന്ത്രമായി നടത്തിക്കൊള്ളൂ. പക്ഷെങ്കിൽ ഒരു വേദി പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ അതല്ലെങ്കിൽ വന്ന് സന്തോഷത്തോടെ ഒരുമിച്ച് കൂടുവാനോ ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി എന്ന പാർട്ടിയിലേക്ക് താങ്കൾ ഓരോരുത്തരും കടന്നു വരണം. നമ്മുടെ അധികാരങ്ങൾ, നമ്മുടെ അവകാശങ്ങൾ തട്ടിയെടുക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഒന്ന് വാ തുറന്ന് സംസാരിക്കാനെങ്കിലും ഒരു കഴിയുമാറുള്ള ശക്തി ആർജിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഏകീകൃത ശക്തി രൂപീകരിക്കുവാൻ താങ്കളെ ഓരോരുത്തരെയും സാദരം ക്ഷണിച്ചുകൊണ്ടും, അതേപോലെ തന്നെ ഭരിക്കുന്ന സർക്കാരിനോടുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ പാർട്ടിയുടെ പോഷക സംഘടനകളിലുള്ള ആളുകളുടെ ഈ മോശമായ പ്രവർത്തനങ്ങളിൽ കൺട്രോൾ കണിശമായിട്ടും വരുത്തണം. ഞങ്ങൾ വെറും ഒരു സാധാരണ ജനങ്ങൾക്ക് പോലും വന്നു കഴിഞ്ഞിട്ട് വരാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കുറ്റവാളികളെ പോലും വന്ന് കൈയെടുത്ത് ശിക്ഷിക്കരുത്, അല്ലെങ്കിൽ കൈയെടുത്ത് അവരെ മർദ്ദിച്ചാൽ അതിന് ഒരു ശിക്ഷയുള്ള കാലത്ത് ഒരു സൈനിക ഓഫീസറിനെ ഈ രീതിയിൽ ക്രൂരമായി ഭിത്തിയിൽ ചേർത്ത് നിർത്തി കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. മാതൃകാപരമായ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് മാതൃകാപരമായി തന്നെ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഇനി ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവരുത് എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ച് കൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിമുക്തപട സഹോദരങ്ങളോടും എനിക്കൊരൊറ്റ കാര്യം അഭ്യർത്ഥിക്കാനുള്ളൂ. ഒന്ന് ദയവായി ചിന്തിക്കൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിന്തിക്കൂ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചിന്തിക്കൂ. വരും തലമുറകൾക്ക് വേണ്ടി ചിന്തിക്കൂ. ദയവായി സംഘടനാ നേതാക്കളോട് സംസാരിക്കുക. സംഘടനാ നേതാക്കൾ തങ്ങളുടെ സംഘടനാ അംഗങ്ങളോട് സംസാരിക്കുക. നാളെ നമുക്ക് സ്വന്തം ഒരു വേദി വേണ്ടേ? ഏറ്റവും കുറഞ്ഞത് ഇതേപോലെ അടി വാങ്ങുമ്പോൾ പ്രതികരിക്കാനായിട്ട് ഒരു വേദി വേണ്ടേ? നാളെ നമ്മുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുമ്പോൾ പ്രതികരിക്കാൻ ഒരു വേദി വേണ്ടേ? അതോ വീട്ടിനുള്ളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു റൂമിനുള്ളിൽ നിന്നോ പ്രതികരിച്ചാൽ മതിയോ? ഈ ചോദ്യം നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണ്. മറുപടി നിങ്ങൾ തന്നെ കണ്ടെത്തൂ. ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ്. നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാർട്ടിയാണ്. ആ പാർട്ടിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യൂ. അതിൽ നിങ്ങളുടെ ശക്തി നിങ്ങൾ തെളിയിക്കൂ. നിങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ പ്രവർത്തിക്കാൻ അനുവദിക്കൂ. ജയ് ഹിന്ദ്, ജയ് BJKP.